തൃശൂർ അഴീക്കോട് ഫിഷറീസ് ഓഫീസിലേക്ക് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പെലാജിക് വല ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനം തടയണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത തൊഴിലാളി യൂണിയൻ മാർച്ച് നടത്തുന്നത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ജെയ്സൺ, മത്സ്യത്തൊഴിലാളികളുടെ മാർച്ചിലെ സംഘർഷം ഇപ്പോഴും അതേ രീതിയിൽ തുടരുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള ചരിത്രം നമ്മുടെ രാജ്യത്തിനേ ഇല്ല. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമാണ്. ജെയ്സൺ, അഴീക്കോട് ഭാഗത്ത് മൊബൈലിന് റേഞ്ച് ഇല്ലെന്ന് തോന്നുന്നു. ജെയ്സൺ പറയുന്നത് വ്യക്തമല്ല. ഫിഷറീസ് ഓഫീസിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രതിഷേധക്കാർ ഇപ്പോൾ അവിടെ കുത്തിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഫിഷറീസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷം ഉണ്ടായത്. അഴീക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധമാണ് തൃശൂർ അഴീക്കോട് നടക്കുന്നത്. അന്യായ ഫീസ് വർധനവ് പിൻവലിക്കുക എന്ന പ്ലക്കാർഡുകളും ഏന്തിയാണ് അവരുടെ പ്രതിഷേധം. ഇപ്പോൾ നടത്തുന്നത് സൂചനാ പണിമുടക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്നു മത്സ്യത്തൊഴിലാളികൾ. അന്യായ ഫീസ് വർധന പിൻവലിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. മുദ്രാവാക്യങ്ങളും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന അവകാശങ്ങളൊക്കെ തന്നെയും കേരളത്തിന്റെ മത്സ്യത്തൊഴിലാളി സംസ്കാരത്തിനോ നമ്മുടെ പാരമ്പര്യത്തിനോ ഇല്ലാത്തതായിരുന്നു. പോലീസ് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രധാനമായും ഈ ഒരു പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് എന്നതുകൂടി നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പെലാജിക് എന്ന് പറയുന്നത് ഇരട്ട വലകൾ വെച്ചുള്ള മത്സ്യബന്ധനമാണ്. പെലാജിക് ഇരട്ടവല മത്സ്യബന്ധനം വ്യാപകമാണ്. അത് തടയണം എന്നത് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുകയാണ്. അതിലാണ് അവരുടെ പ്രധാനമായുമുള്ള പ്രതിഷേധം. അതായത് കടലിലെ മത്സ്യസമ്പത്തിന് ഒരു തടസ്സമുണ്ടാക്കുന്ന ഒന്നാണ് ഈ പെലാജിക് ഇരട്ടവല കൊണ്ടുള്ള മത്സ്യബന്ധനം. കടലിൻ്റെ മുകൾ ഭാഗം മുതൽ അടിത്തട്ട് വരെ എത്തുന്ന കിലോമീറ്റർ കണക്കിന് നീളമുള്ള വല ഉപയോഗിച്ചാണ് പെലാജിക് ട്രോളിംഗ് നടത്തുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നീളമേറിയ വലയിൽ ചെറിയ മീൻ കുഞ്ഞുങ്ങളും മീൻ മുട്ടയും ഒക്കെ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അത് കടലിലെ മത്സ്യസമ്പത്ത് കുറയുന്നതിലേക്ക് വഴിവെക്കുകയും ചെയ്യും. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംയുക്ത തൊഴിലാളി യൂണിയന്റെ മാർച്ച് നടത്തിയതിൽ അഴീക്കോട് ഫിഷറീസ് ഓഫീസിന് മുന്നിൽ സംഘർഷം ഉണ്ടായത്. കാര്യപരിപാടികൾ ആരംഭിക്കുകയാണ്.